രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് കിച്ചൺ ഓൾമോസ്റ്റ് കാലിയായി മനസ്സിലായത്. അതെന്നേക്കാൾ മുമ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അറിഞ്ഞോട് എനിക്കൊരു പ്രൊമോഷന് വെച്ചു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആക്കി കളയാം. അച്ഛൻ വന്നിട്ട് ഈവനിങ് പോകാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അന്നത്തെ ഡേ ടൈം ഫുള്ളി ഞാൻ ജോബ് അപ്ലൈ ചെയ്യലും പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കുറച്ച് ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യലും അങ്ങനെ അങ്ങ് നീങ്ങി. ഒരു 8 മണിയായപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോട് ഡ്രസ്സൊക്കെ മാറ്റി താഴോട്ട് വരാൻ പറഞ്ഞു. ഷോളൊക്കെ ചുറ്റാൻ മറന്നു പോയിന്, പിന്നെ പറ്റുമ്പോൾ അങ്ങ് ചെയ്തു. പിന്നെ നമ്മൾ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു 8:30 ഉണ്ട്. സാധനം വാങ്ങാനാണ് വന്നെങ്കിലും പൊരിഞ്ഞ വിശപ്പ്. ഉച്ചക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കാൻ ഇഷ്ടം ദി സെക്ഷൻ ആണെങ്കിലും എൻ്റെ ടെംപ്റ്റേഷൻസ് ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് നന്നാവാന്ന് വിചാരിച്ച് സാലഡ് സെക്ഷനിലേക്ക് പോയി. ബട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടാട്ടോ. അങ്ങനെ അത് കഴിച്ച് ഷോപ്പിംഗ് തുടങ്ങി. ഒരു വീക്കിലുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങലുള്ളൂ, ഇല്ലെങ്കിൽ പകുതി മുക്കാലും ഇങ്ങനെ കേടാവും. എനിക്ക് PCOS ഉണ്ട്, അപ്പോൾ അതിന് ചീര നല്ലതാണെന്ന് ഏതോ റീൽസിൽ കണ്ട് അന്ന് മുതൽ ഇവൻ എന്നെ ചീര തീറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോസിൽ ഓണം സ്വീറ്റ് പൊട്ടാറ്റോസിൽ കൂടുതൽ വൈറ്റമിൻസ് എ ഉണ്ടെന്ന് ഞാൻ മറ്റൊരു റീൽസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും വിട്ടില്ല. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഒരു കിച്ചണിൽ എന്തില്ലെങ്കിലും കുറച്ച് പായെങ്കിലും വേണം. കുഴച്ചുരുട്ടി പത്തിലുണ്ടാക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ കൂടുതലും ഹാഫ് വേവ് ചപ്പാത്തിയാണ് വാങ്ങൽ. പക്ഷെ ഈ സാധനം ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, ഹാഫ് വേവ് ഇഡ്ഡലി. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഓവർനൈറ്റ് ഓട്സ് കുടിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയ ശീലമാണ് കേട്ടോ. ചന്ദ്രിക സോപ്പിൽ അമലാപോൾ പറഞ്ഞ മാതിരി എനിക്കിത് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ നാത്തൂൻ ഷിഫാനാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമല്ല, പ്രാന്താണ്. അതുകൊണ്ട് ഫ്ലവർ സെക്ഷനിൽ പോയെങ്കിലും നല്ല പൊള്ളണ വില ആയതുകൊണ്ട് എല്ലാം ഒന്ന് മണത്ത് നോക്കി ഇങ്ങ് പോകുന്നു. എനിക്ക് രണ്ടാമത് ഇഷ്ടമുള്ള സെക്ഷനാണ് ഇത്. ഈ കയ്യെ പിടിച്ചിരിക്കുന്നത് മാംഗോ ജ്യൂസാണ് കേട്ടോ. എന്തോ ഇഷ്ടമാണ് ഒരുപാട്. പക്ഷേ ഈ മാസത്തിൽ 5ാമത്തെ ബോട്ടിലാണെന്ന് പറഞ്ഞ് ഇവൻ എന്നെ തളർത്തി. നാട്ടിൽ 40 രൂപ കിട്ടുന്ന സാധനമാണ് ഇവിടെ 140 രൂപ. എൻ്റെ പട്ടി വാങ്ങുന്ന ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ തന്നെ വാങ്ങി. ദുബായിലിപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് പച്ചക്കറി കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് ലെറ്റ്യൂസ് എടുക്കാമെന്ന് കരുതി. പിന്നെ അവക്കാഡോ, അതും ഈ പറഞ്ഞ പോലെ അച്ഛനും മസ്റ്റാണ്. നമ്മൾ ഒന്നും വാങ്ങാൻ വിചാരിക്കേണ്ട വന്നെങ്കിലും ഇവർ ഈ അടക്കി വെച്ചേക്കണമൊക്കെ കാണുമ്പോൾ നമ്മളായിട്ട് വാങ്ങിപ്പോവും. ഒരു മനുഷ്യൻ ഡെയിലി 70 ഗ്രാം ബ്ലൂബെറി കഴിച്ചാൽ എന്തോ സെറ്റപ്പാണെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതായിട്ട് കുറച്ചില്ല, അതും എടുത്ത് 2 ബോക്സ്. ഫോണിൽ കളിക്കല്ല കേട്ടോ, എന്തൊക്കെയോ വാങ്ങാനുള്ളത് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ ടിക്ക് ഓഫ് ചെയ്യാണ്. അങ്ങനെ എല്ലാം ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ ഞാൻ മാത്രമായിരുന്നു സാലഡ് കഴിച്ചത്. സോ അവന് വിശക്കണമെന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്പി ചിക്കൻ വാങ്ങി. പക്ഷെ ഞാൻ വിട്ടില്ല ഗൈസ്, ഞാൻ അതും കഴിച്ചു. നാളെ മുതൽ നന്നാവാനാണ് പ്ലാൻ. അതുകൊണ്ട് ഒരു ഐസ്ക്രീം കൂടി കഴിക്കാമെന്ന് കരുതി. മെഴ്സലീസിൻ്റെ ബ്ലൂബെറി ഫ്ലേവർ നല്ല പൊളി സാധനം. വരുന്ന വഴിക്ക് ഡേ ടു ഡേയിൽ ഒന്ന് കയറി കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പാർക്കിംഗ് ലോട്ടിലുള്ള പൂച്ചാണ് കേട്ടോ, ഒരു പാവാണ്. ഭയങ്കര കല്യാണം കഴിഞ്ഞ ടൈമിൽ അച്ഛന് പൂച്ചിനൊക്കെ നല്ല പേടിയിരുന്നു. ഞാൻ എടുത്താൽ പോലും ഒന്ന് ദൂരത്തുനിന്ന് കൈ നീട്ടി ഒന്ന് തൊടും, അത്രേ ഉള്ളൂ. ഇപ്പം പക്ഷേ കുറച്ച് പേടിയൊക്കെ പോയി ആ ഒരു ഇത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി വാങ്ങി 12:30 ആയിട്ടുണ്ട്. വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ മോളോട് പോകാൻ പോവാണ്. അച്ഛന് റൂമിൽ വന്നിട്ട് കുറച്ചുകൂടി ലാപ്ടോപ്പിൽ പണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇളഞ്ഞുകൂടി അങ്ങ് കുടിക്കാമെന്ന് കരുതി. കല്യാണ രാമലെ ഇന്നസെൻ്റ് മറ്റേ പാത്രം പൊക്കിയ അവസ്ഥയാണ്, പൊട്ടിക്കാൻ പറ്റണില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഞാനത് പൊളിച്ചു. ഉറങ്ങണതിന് മുൻപ് ഓവർനൈറ്റ് ഓട്സും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. കിച്ചൺ സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് യോഗേട്ട് ഇട്ടില്ല. ഞാൻ ഈ സ്കിന്നർ റെസിപ്റ്റ്സ് യൂട്യൂബ് ചാനലില്ലേ, അതിൻ്റെ ഫാനാണ്. അതുകൊണ്ട് അവരിടുന്നതുകൊണ്ട് എനിക്ക് വേണം. നാളെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ജിമ്മിൽ പോകാമെന്ന് കരുതി. ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് അങ്ങ് നന്നാവാന്ന് ഒരു പ്ലാനുണ്ട്. ഞാൻ പോകുന്ന ജിമ്മിൽ കുറച്ച് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്, കുറച്ച് ഇൻസ്ട്രക്ടേഴ്സൊക്കെ ആയിട്ട് ലൈവായിട്ടുള്ള ഒരു പരിപാടി. അപ്പം ഞാൻ ആ ഒരു ക്ലാസ്സും അങ്ങ് ബുക്ക് ചെയ്തു. അങ്ങനെ അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാനൊരു 2 മണിയായിട്ടുണ്ട്. അപ്പോൾ വ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി നിർത്തുന്നു. സീ യു. അപ്പോൾ ഗുഡ് നൈറ്റ്.